ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള, എന്നാൽ കണ്ടാലും കണ്ടാലും മതി വരാത്ത ഒരു പൂക്കാഴ്ചയിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ഏകദേശം ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ സെയിൽ ചെയ്തു വരുന്ന ഒരു റോസ് വെറൈറ്റിയാണിത്. മറ്റു പല റോസിനെയും കുറിച്ചും പറയുന്നത് പോലെയും ഇതിൻ്റെ ഐഡിയയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. എളുപ്പത്തിന് വേണ്ടി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റോസാപ്പൂക്കളെ പല പേരുകളിലും പറയപ്പെടുന്നുണ്ട്. കേട്ട് പഴകി വരുന്ന പേരുകൾ നമ്മൾ ആവർത്തിക്കുന്നു എന്നതല്ലാതെ ശരിക്കുള്ള ഐഡിയയെക്കുറിച്ചൊന്നും അന്വേഷിച്ച് പോകാനുള്ള ഒരു സമയമോ അവസ്ഥയോ ഇല്ലാത്തതുകൊണ്ടാണ് അതിലേക്കൊന്നും പോകാത്തത്. എന്നാൽ കസ്റ്റമേഴ്സിനോട് കമ്മിറ്റ്മെൻറ്റുള്ള ഒരു സെല്ലർ എന്നുള്ള രീതിയിൽ ശരിക്കും ഞാനിതിൻ്റെ ഐഡിയയൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ സമയക്കുറവ് കൊണ്ടാണ്. എന്നാൽ എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവും വിവരവുമുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൽ തന്നെയുള്ള നിരവധി പേർ എനിക്ക് ഒരുപാട് ഐഡിയസ് എല്ലാം പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ട അറിവുകൾ വെച്ചിട്ടാണ് നമ്മളിതിനെ ബിവിച്ച് റോസ് എന്ന് വിളിച്ചു തുടങ്ങിയത്. ബിവിച്ച് റോസ് എല്ലാ പേർക്കും ഇഷ്ടമാണ്. ബിവിച്ചിനേക്കാൾ കൂടുതൽ പ്രിയതമ എന്ന് തമിഴ് സെല്ലേഴ്സ് വിളിക്കുന്ന പേരിലാണ് ഞാനിതിനെ ഏറ്റവും കൂടുതൽ പറയാറുള്ളത്. വളരെ സുന്ദരിയായിട്ടുള്ള റോസാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് സൈസാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്രിയതമ റോസ് അല്ലെങ്കിൽ ബിവിച്ച് റോസുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ് എന്നുകൂടി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ബിവിച്ച് റോസിനെ കുറിച്ച് പറയുമ്പോൾ ഇലകൾ തിങ്ങി വളരുന്ന ഒരു വെറൈറ്റിയാണ്. ഇലകൾക്ക് ഡാർക്ക് ഗ്രീൻ കളറാണ്. പുതുതായി വരുന്ന നാമ്പുകൾക്ക് നല്ല ഡാർക്ക് റെഡ് കളറാണ്. ഇലകൾക്ക് വല്ലാതെ വലിപ്പമില്ല, റൗണ്ട് ഷേപ്പിലുള്ള ഇലകളാണുള്ളത്. നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ്. അത് അവരുടെ അനുയോജ്യമായ കാലാവസ്ഥയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും നിറയെ പൂക്കുന്ന വെറൈറ്റി തന്നെയാണ്. അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് റോസ് വെറൈറ്റികളിൽ ഒന്നാണിത്. നല്ല ഡാർക്ക് പിങ്ക് കളറിലായിരിക്കുകയും കൊഴിയാറാകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കളർ ഫേഡാവുകയും ചെയ്യും. എന്നാൽ ചില പൂക്കൾ കൊഴിയുമ്പോഴും അതേ സെയിം കളറിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ബ്യൂട്ടിയാണ് നമ്മുടെ പ്രിയതമ റോസ്. ബഞ്ചായി പൂക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്റ്റെമ്മിന് അധികം നീളം വെച്ച് പോകില്ല എങ്കിലും നല്ല രീതിയിൽ പൊക്കം വയ്ക്കാറുണ്ട്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു മദർ പ്ലാന്റ് അവിടെ നിൽക്കുന്ന മഞ്ഞിലും അവിടുത്തെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല കാലാവസ്ഥയിലും വളർന്ന് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ പോയിരിക്കുകയാണ്. എന്നാൽ നമുക്കിത് കട്ട് ചെയ്താൽ നല്ല ഷ്രബ് വെറൈറ്റി ആയിട്ട് നിറയെ പൂക്കളുണ്ടാകുന്ന രീതിയിൽ ഇത് നിൽക്കും. ഇതവരുടെ മദർ പ്ലാന്റ് ആയതുകൊണ്ടും അവർ അതിനെ വളർത്തി വിട്ടതുകൊണ്ടും ഇങ്ങനെ ചാഞ്ഞു പോയതാണ്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ക്ലൈംബറായിട്ടും അതല്ല ഷ്രബായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വളർത്തിയെടുക്കാവുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു റോസ് വെറൈറ്റിയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിന് ഇലകളില്ലാത്ത നീണ്ട സ്റ്റെമ്മുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം നിറയെ തളിർപ്പുകൾ വരുന്ന, അതിൽ നിന്നെല്ലാം പൂക്കളും വരുന്ന രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഈ ഒരു റോസ് കാണിക്കാറുള്ളത്. അങ്ങനെ നീളമുള്ള സ്റ്റെമ്മിൻ്റെ അറ്റത്ത് നിന്നും അതല്ലെങ്കിൽ നടുവിൽ നിന്നുമെല്ലാം ഒരുപാട് തളിർപ്പുകൾ വന്ന് അതിൽ നിന്നെല്ലാം മൊട്ടുകൾ നിറയെ വന്ന് ബെഞ്ചസായിട്ട് പൂക്കൾ വിരിയുന്നത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ താഴേക്ക് തൂങ്ങിയിട്ട് നിൽക്കുന്നത്. എന്നാൽ നമുക്കിവരെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് ഷ്രബായിട്ട് നിർത്താൻ സാധിക്കും. നമുക്കിപ്പോൾ ഉള്ള പ്ലാന്റ്സ് വെറൈറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിറയെ ഇലകളും പൂക്കളും ഒക്കെയുള്ള ചെടികളാണ്. നിറയെ മൊട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു വന്നത്. ഇവിടെ വന്നിരുന്ന് കുറച്ച് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് മൊട്ടുകൾ നിൽക്കുന്ന ചെടികൾ തന്നെയാണ് എല്ലാം. ഇതിൻ്റെ സൗന്ദര്യം കൊണ്ടും ചെടിയുടെ ആരോഗ്യം കൊണ്ടും അതിരിക്കുന്ന കവറിൻ്റെ വലിപ്പം കൊണ്ടും അത്യാവശ്യം നല്ലൊരു റേറ്റ് ഈ ഒരു പ്ലാന്റിനുണ്ട്. നമ്മളത് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന അത്രയും പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. എന്നാലും നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ബാക്കിയുണ്ട്. വലിപ്പമുള്ള ബഞ്ചസായിട്ട് വിരിയുന്ന പൂക്കൾ തരുന്ന ഈ ഒരു റോസ് പ്ലാന്റിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടൂ.